ഇന്ന് വെള്ളിയാഴ്ച പൊതു അവധിയുള്ള ദിവസം. മക്കൾ സ്കൂളിൽ പോകാഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കുന്ന പരിപാടിയേ ഇല്ല. ഞാൻ എണീറ്റ് വന്നപ്പോൾ ശരിക്കും 8:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആ 8:30 മണി വരെ ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നെ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ അതെന്താന്നല്ലേ, അതെ, എൻ്റെ നാട് ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു കുഞ്ഞു ചായക്കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ പൊറാട്ടയും കറിയും ഒക്കെ ഉണ്ട് എന്ന് പറയണ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും നല്ലപോലെ കിടന്നുറങ്ങണം, എന്നിട്ട് അവിടുന്ന് പൊറാട്ടയും കറിയൊക്കെ കൊണ്ടുവന്ന് ഉറപ്പിച്ചു. അങ്ങനെ പൊറാട്ടയും കറിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ കുറച്ച് പതിവ് പരിപാടി തന്നെയാണ്. തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നതിന് ശേഷം ഒന്ന് കോഴികളടുത്തൊക്കെ പോയി അവർക്കുള്ള തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇന്ന് ക്ലീനിങ്ങിന് ആൾ വരുന്ന ദിവസമായതുകൊണ്ട് അടിച്ചു വാരലും പാത്രം കഴുകലൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് കേട്ടോ. ഇന്നത്തെ കുക്കിംഗ് ഈ ഒരു അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നെയ്ച്ചോറ് വെക്കാനായിട്ട് ഞാൻ ചട്ടിയൊക്കെ എടുത്തൊന്ന് നന്നായി ഉരച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അരി കഴുകി നമ്മൾ ഉലർത്തി ഈ ഒരു ഭാഗത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പൊരിക്കാനുള്ള ചിക്കൻ ഇതുപോലെ എല്ലൊക്കെ കളഞ്ഞ് നല്ല ദശ മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കറി വെക്കാനായിട്ട് ഇതാ എല്ലും കൂമ്പാരങ്ങളൊക്കെ ആക്കി വേറെയും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എളുപ്പത്തിനായിട്ട് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഒക്കെ അരച്ച് വെച്ച പാത്രം കൂടെ ഇവിടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് പൊതുവെ ലീവ് ആയതുകൊണ്ട് മകള് നേരത്തെ ഒരു ദിവസം വന്നിട്ടുണ്ട്. ആ വരുന്ന ദിവസം ഭയങ്കര രസമാട്ടോ. അപ്പോൾ ഞങ്ങൾ ബീഫോ ചിക്കനോ ഒക്കെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യാനൊക്കെ ഉള്ളതൊക്കെ റെഡിയാക്കും. പിന്നെ പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ ചിക്കൻ ചൂടൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് എല്ലാ വീഡിയോ എടുക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും കറി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ സ്പെഷ്യലായിട്ട് എടുത്ത് ഹസ്ബൻഡിന് അയച്ചു കൊടുക്കും. ഹസ്ബൻഡിന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. പിന്നെ ചിക്കൻ പൊരിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ വരും. അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഫുഡിനൊന്നും അത്ര ഒരു ഇഷ്ടമുള്ള ഫുഡൊന്നും കിട്ടൂലല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കൊതിപ്പിക്കുമ്പോഴാണ് അവർ നമ്മളെ കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു ഇഷ്ടം വരുള്ളൂ. എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി അതാണ്. ഞാൻ കുക്ക് ചെയ്യുന്നത് നല്ല ടേസ്റ്റിയായ കുക്കിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ട് കൊടുക്കും. അപ്പോൾ മൂപ്പർക്ക് തോന്നും ഒന്ന് നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ ആദ്യം ഉണ്ടാക്കിയെടുക്കും. അതൊക്കെ അല്ലാതെ എന്താല്ലേ ഇവിടെ ഇങ്ങനെ നാട്ടിൽ നമ്മൾ തനിച്ചും അവരവിടെ തനിച്ചും നിൽക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പോയി വരിക, ആ ഒരു സന്തോഷമൊക്കെ ഭയങ്കരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ആ ഒരു പോക്ക് വരവ്. കൂടുതൽ അവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം ഒരുപാട് വർഷങ്ങൾ അവിടെ റൂമിൽ അടച്ച് ഇട്ട് നിന്ന കാരണം കൊണ്ട് ഇപ്പം നാടിനെ ഞാൻ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രകൃതിയും ചെടികളും കാറ്റും അങ്ങനെയൊക്കെ. പക്ഷേ എന്നാലും പോയി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മദീന എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹുബ്ബാണ് കേട്ടോ. മദീനയോട് ഭയങ്കര ഹുബ്ബാണ്. പിന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മദീനയെ കുറിച്ചൊരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പുറത്ത് വരാൻ നിൽക്കുന്നുണ്ട്. വന്ന ശേഷം ഞാൻ വ്ളോഗിലൂടെ എല്ലാവർക്കും അത് കേൾപ്പിക്കാം കേട്ടോ. യൂട്യൂബ് ചാനലിലുള്ളതുപോലെ തന്നെ ബ്ലോഗുണ്ട്. നമ്മൾ കഥകളും കവിതകളൊക്കെ എഴുതിയിരുന്ന ബ്ലോഗും എഴുതുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറേ റസൂലിനെ കുറിച്ചുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതൊന്നും ഇന്ന് വരെ പാടിപ്പിച്ച് പുറത്തിറക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡിനൊരു ആഗ്രഹം, ഒരു പാട്ട് പുറത്തിറക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എഴുത്ത് പുറത്ത് വരുന്നതിൻ്റെ കൊതിയൊക്കെ എനിക്ക് ഒരുപാട് തീർന്നിട്ടുണ്ട്. കാരണം സൗദിയിൽ നിന്ന സമയത്ത് എപ്പോഴും നമ്മൾ കഥകളും കവിതകളൊക്കെ അവിടുത്തെ പത്രത്തിലൊക്കെ വരാറുണ്ട്. അതുപോലെ ഓരോ മാഗസീനിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കൊതി കുറച്ച് മുമ്പ് തന്നെ തീർന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണിപ്പോൾ ആ പാട്ടൊന്ന് പാടി ഒന്ന് പുറത്തിറങ്ങി കിട്ടാനുള്ള കൊതി അത്രയാണ്. ഇൻഷാ അല്ലാഹ് ഒരു പാട്ട് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ കുറച്ച് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വ്ളോഗാണോ ഇഷ്ടം, ഗാർഡനിങ് ആണോ ഇഷ്ടം, അങ്ങനെ ഒക്കെ ഇടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനോട് ഒന്നും കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടിയ പോലെ തോന്നി. ഒരുപാട് ആൾക്കാർ അതിൽ ലൈക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കത് കണ്ടിട്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ഭയങ്കര രസമാണ്. അതിൻ്റെയൊക്കെ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ കുറേ ആളുകൾ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് ഒരു
Q&A വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അടുത്തായിട്ട് തന്നെ അതിനുള്ള ക്വസ്റ്റ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനായിട്ട് ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം. ഞാൻ എന്താ പറയുക, വലിയൊരു സംഭവം ഒന്നും അല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എന്തൊക്കെ എനിക്ക് പറയാൻ കഴിയും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് കുറേ റിസ്കുകളൊക്കെ താണ്ടി മുന്നോട്ടെത്തിയ ഒരാൾ തന്നെയാണ് ഞാനും. എല്ലാവരെയും പോലെ പുറത്തേക്ക് നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ നല്ല വശങ്ങൾ മാത്രമാണ് കാണുക. നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കടന്നു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നൊരു സന്തോഷം പോകണ്ട. നമുക്ക് കുറച്ച് വ്യൂസൊക്കെ കൂടുമായിരിക്കും. പക്ഷെ എനിക്കെന്തോ അതൊന്നും ഒരു താല്പര്യമില്ല. സമൂഹത്തിന് കൊടുക്കേണ്ടത് നല്ലൊരു മെസ്സേജ്, നമ്മളെ വീഡിയോ കാണുമ്പോൾ കാഴ്ചയിലൂടെ അവർക്കൊരു സന്തോഷം കിട്ടുക, അല്ലെങ്കിൽ നമുക്കതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ ഗാർഡനിങ്ങിൻ്റെ വീഡിയോ, അതുപോലെ ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും പബ്ലിക്കിനോട് പറയാൻ എനിക്ക് അത്ര ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു രസമില്ല. നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഓരോ ടാസ്ക്കായിട്ട് ഏറ്റെടുത്ത് ആ ഒരു ടാസ്കിനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴുള്ളൊരു രസം വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ലൈഫിൽ ടാസ്കുകൾ ഒരുപാട് ഏറ്റെടുത്ത് ത്രില്ലാക്കി വിജയിച്ച ഒരു സംഭവമൊക്കെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ക്രെഡിറ്റാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ കൂടുതൽ എത്ര ടെൻഷൻ വന്നാലും അത് തലമണ്ടയിലേക്ക് കയറാതെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. മുമ്പൊക്കെ ഒരുപാട് കണ്ണുനീരുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് കണ്ണുനീരും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിന് അത്രയ്ക്ക് അങ്ങോട്ട് നല്ല ഉറച്ചു പോയി. അതിലിപ്പോൾ ഒരു കാര്യമാണ് ഞാൻ പഠിച്ചത്, നമുക്ക് എപ്പോഴും നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരൊക്കെ അവർ വേണ്ട, ഇവർ വേണം, അവരോട് നല്ല രീതിയിൽ സംസാരം, അല്ലെങ്കിൽ അവരെ സഹായിക്കണം, ഇതൊന്നും കാര്യമില്ല കേട്ടോ. നമ്മളെ ലൈഫിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ അവരെ നല്ല രീതിയിൽ വളർത്തുക, അവർക്ക് നമ്മളെ കൊണ്ട് നല്ല വാക്കുകൾ കൊടുത്ത് നമ്മളെ മക്കളെയൊക്കെ ചേർത്ത് പിടിക്കുക. പിന്നെ നമ്മുടെ ഹസ്ബൻഡിനെ, അവർക്ക് നമ്മളല്ലേ ഉള്ളൂ ഹസ്ബൻഡിനെ, അപ്പോൾ അവരെയും നോക്കുക. നമ്മുടെ ബാധ്യതയാണ് ഇതൊക്കെ എന്ന് കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞങ്ങളെ ലൈഫിൽ അങ്ങനെയാണ്. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെക്കാട്ടിലുപരി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, കുറേ വിഷമങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടെ എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് അത് അനുഭവിക്കണം. നമ്മളെ ലൈഫിൻ്റെ ആ ഒരു രീതി നമ്മൾ അനുഭവിച്ചറിയണം. അത്രയും രസമാണ് പിന്നെ നമ്മുടെ ലൈഫിനുണ്ടാവുക. പിന്നെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ആരും അടിവരയിടരുത്. കാരണം ആരുടെ കൺട്രോളിലും ആവരുത് നമ്മളെ കുടുംബം. അത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമ്മളെക്കാളും ഇളയവരൊക്കെ ആയിരിക്കും നമ്മളെ രക്തബന്ധങ്ങൾ. അവർ പറയുന്ന ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുക, അതൊന്നും നമുക്കൊരിക്കലും പറ്റില്ല. നമ്മളെ ഹസ്ബൻഡ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് ജീവിക്കാം. അതുപോലെ നമ്മളെ വലിയ മക്കൾ നമ്മോട് ശാഠ്യം പിടിച്ച് പറയുക, അതൊന്നും ആവരുത്. നമ്മളാണ് അവരെ പ്രസവിച്ചിട്ടുള്ളത്, നമ്മളത്ര ഏജ്ഡ് അല്ല അവർ. അപ്പോൾ അവരുടെ തീരുമാനങ്ങളും അതുപോലെ ആയിരിക്കും. നമ്മളെ തീരുമാനം നമ്മളെ ഏജിനനുസരിച്ചും നമ്മളെ അനുഭവങ്ങൾ കൊണ്ടുമായിരിക്കും. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില മണ്ടന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊന്നും നമ്മൾ മാറാതെ അവരുടെ ഇഷ്ടങ്ങൾക്കല്ല നമ്മളെ തീരുമാനങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ഞാൻ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ജസീന കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി എനിക്ക് പേഴ്സണലായിട്ട് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ക്രീമിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ആണോ, നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരുന്നതുകൊണ്ട് ചെയ്യുന്നതാണോ, ഞാൻ അങ്ങനെയൊന്നും ഉപയോഗിക്കാത്ത ആളാണ്, പക്ഷേ പറഞ്ഞപ്പോൾ എനിക്കതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു പരസ്യം ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് 1-2 ക്രീമിനെ കുറിച്ചും മറ്റുള്ള ഡ്രസ്സ് ഐറ്റംസിനെ കുറിച്ചൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിലും താല്പര്യമില്ല. കാരണം ഞാൻ ഉപയോഗിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രീം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് വാങ്ങിച്ചൊരു ക്രീമാണ്. അപ്പോൾ അത് എല്ലായിടത്തും കിട്ടാനും ഉണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടും എനിക്ക് ആ ഒരു ക്രീമിനോട് ഭയങ്കര അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്
ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് ഒരുപാട് പേര് അത് വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ആ വാങ്ങിയവരൊക്കെ നല്ലൊരു ഇതാണ് പറയുന്നത്. എല്ലാവർക്കും നല്ല എഫക്റ്റീവായി. അതിൻ്റെ സ്മെല്ല് ഭയങ്കരമാണ്. അപ്പോൾ അത് നൈറ്റ് ക്രീമുമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ രാത്രിയിൽ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു രസമുള്ള സ്മെല്ലാണത്. ഇനി ആ ക്രീം വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ കുക്കിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കറി ഏകദേശം റെഡിയായ സമയത്ത് നമ്മൾ ചിക്കൻ പൊരിക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ നമ്മളിത് പൊരിച്ച് കോരുകയാണ്. ഇത് ചേമ്പിൻ്റെ ഇലയാണെന്ന് വെച്ചിട്ട് സാധാ ചേമ്പല്ല കേട്ടോ, പിന്നെ നമ്മുടെ ചീരച്ചേമ്പാണ്. അതുകൊണ്ട് ഇത് ചൊറിച്ചിലൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ അതിലേക്കാണ് ഞാൻ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂളില്ലാത്ത ദിവസമാണല്ലോ മക്കളൊന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ ത്രില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡിയായി, അച്ചാറും പപ്പടമൊക്കെ അതുകൊണ്ട്. അങ്ങനെ ഇന്നത്തെ വിശദമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാൻ. സമയം ഒരുപാടായിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻ്റൊക്കെ ഒന്ന് എഴുതിയിടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.